ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാലോ. അതായത് നിങ്ങൾ സാധാരണ നേന്ത്രപ്പഴം എന്ന് പറയുന്ന സംഭവമാണ്. അത് നമ്മൾ ടോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ബട്ട് അതിൻ്റെ കൂടെയുള്ള ചമ്മന്തി കണ്ട അതിൻ്റെ ഒരു രസക്കൂട്ട് എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിതിൽ കാണാൻ പോണേട്ടാ. ഈ ഒരു ചമ്മന്തി എന്നുണ്ടാക്കി കഴിഞ്ഞാലും പിള്ളേർക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. ചോറാണെങ്കിലും ശരി, അല്ലെങ്കിൽ യാമാണെങ്കിലും ശരി, എന്താണെങ്കിലും ഇവർക്ക് കഴിക്കാൻ ഈ ചമ്മന്തി മാത്രം മതി. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോവാം. നൈജീരിയൻ പെപ്പെ എന്നറിയപ്പെടുന്ന ഈ മുളക് നാട്ടിൽ കാണാൻ വളരെ ചാൻസ് കുറവാണ്. പക്ഷെ ചിലപ്പോൾ ഉണ്ടാവാം. ഈ ഒരു മുളകില്ലാണ്ട് ഒരിക്കലും ഈ ഒരു വറുത്തരച്ച ചമ്മന്തി നമുക്ക് ഒരിക്കലും വെക്കാൻ സാധിക്കില്ല. സോ അതിന്റെ കൂടെയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ക്രേഫിഷ്, നമ്മുടെ ചെമ്മീൻ എന്ന് പറയുന്ന സാധനം, പിന്നെ അതുപോലെ ഓയിൽ, സീസണിങ്, പിന്നെ കുറച്ച് സീസണിങ് ക്യൂബ്സ് കാര്യങ്ങളൊക്കെയാണ് ഇതിന് മെയിൻ ആയിട്ടും ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഇതിന് വേണ്ടി നമ്മൾ ആദ്യം ടൊമാറ്റോ, അതുപോലെ ഓണിയൻ, പിന്നെ പെപ്പർ ഇതെല്ലാം കൂടി കട്ട് ചെയ്തിട്ട് നമ്മൾ നന്നായി വാഷ് ചെയ്തതിന് ശേഷം മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യും. നന്നായി അരച്ചെടുക്കും. നന്നായി അരച്ചെടുത്തതിന് ശേഷം ഡയറക്റ്റ് നമ്മളൊരു പോട്ടിലേക്ക് അത് മാറ്റുകയാണ് ചെയ്യുക. എന്നിട്ട് ആ പോട്ട് നമ്മൾ ചൂടാക്കാൻ വേണ്ടി വെക്കും. ആ പോട്ടിൽ നന്നായിട്ട് അത് തിളയ്ക്കണം. ആ തിളയ്ക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നന്നായി തിളയ്ക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കയ്യിലോട്ട് ജസ്റ്റ് ആയിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് അടിപിടിക്കാൻ സാധ്യതയുണ്ട്. നേരത്തെ കാണിച്ചിട്ടുള്ള കുറച്ച് മസാലകളും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട്, അതായത് ക്രേഫിഷ് അടക്കം മിക്സ് ചെയ്തിട്ട് അത് ഡ്രൈ ഗ്രൈൻഡ് ചെയ്തിട്ട് അത് നമുക്ക് സെപ്പറേറ്റ് മാറ്റി വെക്കണം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ജലോഫിൻ്റെ സ്പൈസസും പിന്നെ അതുപോലെ ഓണിയൻസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ അതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അത് സെപ്പറേറ്റ് മാറ്റി വെക്കും. നേരത്തെ നമ്മൾ നല്ല രീതിയിൽ ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന ആ കുക്കറിലേക്ക് നമ്മൾ ടൊമാറ്റോ പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്യും. ടൊമാറ്റോ പേസ്റ്റ് ഒരെണ്ണം 2-3 പാക്കറ്റ് ഉണ്ടായിരുന്നു. അത് മൊത്തം അതിലേക്ക് അവൾ ആഡ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. ടൊമാറ്റോ പേസ്റ്റ് ഇട്ടതിന് ശേഷം വീണ്ടും അതിനുള്ള പണി, വീണ്ടും ഇളക്കലുണ്ട്. അത് എളുപ്പമുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര നേരം അവിടെ നിന്നത്. അല്ലെങ്കിൽ സാധാരണ ഈ പെണ്ണ് തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യാറ്. എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ ഇന്ത്യൻ ലേഡീസ് ഒക്കെ ഇതിനു വേണ്ടി മെനക്കെടുന്നുള്ളത്. ഈ ഒരു ടേസ്റ്റുള്ള ഒരു വറുത്തരച്ച ചമ്മന്തി നമുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് മെയിനായിട്ട് വേണ്ടത് പേഷ്യൻസ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹാർഡ് വർക്ക് ഇതിനുണ്ട്. ഇത്രയും ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പാട് അവൾ കാണിക്കുന്നത് കേട്ടോ. ചൂടായ എണ്ണയിൽ ഓണിയൻസ് ഇട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കി നന്നായി വാട്ടിയതിന് ശേഷം നമ്മൾ മുമ്പ് കുക്കറിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഐറ്റം അതിൽ മിക്സ് ചെയ്ത് നന്നായിട്ട് വീണ്ടും ഇളക്കും. ഞാനിത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കഷ്ടപ്പാട് ഇതിനുണ്ട് ഈ ഒരു ചമ്മന്തി പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവസാനമായിട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാല അത് ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും നല്ല രീതിക്ക് അത് ഇളക്കിക്കൊണ്ടിരിക്കണം. അടിപിടിക്കാൻ പാടില്ല. കുറച്ച് കഴിയുമ്പോൾ അതിൽ കുറച്ചും കൂടി വെള്ളം നമ്മൾ അതിൽ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ചൂടാക്കും. അപ്പോൾ എണ്ണ തെളിഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എണ്ണ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മുടെ വറുത്തരച്ച ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അത് നമുക്ക് പ്രോപ്പറായിട്ട് സെർവ് ചെയ്യാം. ചൂടോട് സെർവ് ചെയ്യുന്നതാണ് അടിപൊളി. അല്ലെങ്കിൽ നമുക്ക് ചൂടാക്കിയിട്ട് വെപ്പോണെന്നുണ്ടെങ്കിൽ സെർവ് ചെയ്യാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കുറേ കാലം നിൽക്കുന്ന ഒരു ചമ്മന്തിയാണ്. 1-2 ആഴ്ച വരെ നമ്മൾ പ്രോപ്പറായിട്ട് ചൂടാക്കിയോ അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഈ ചമ്മന്തിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നൈജീരിയയിൽ താമസിക്കുന്ന ഏതൊരു വ്യക്തിയും ഈ ചമ്മന്തി ഒരു പ്രാവശ്യം കഴിക്കാണ്ടിരിക്കില്ല. കഴിച്ചു കഴിഞ്ഞാൽ നാവിന്ന് രുചി പോവില്ല. അതാണ് സത്യമായിട്ടുള്ള കാര്യം. ഇതുപോലെ തന്നെ നൈജീരിയയിൽ വ്യത്യസ്തമായ വിഭവങ്ങളും അതുപോലെ അവരുടെ കാഴ്ചകളും കാണുന്നുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക. സൈനിങ് ഓഫ്, ഇൻഡോ നേച്ചർ ഫാമിലി.